ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ പഞ്ചായത്ത് സ്റ്റാഫ് സെക്രട്ടറിയായി പരിശോധിക്കുന്നുണ്ട്. ഒരു 25-27 ഹെക്ടർ വയൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ നിർത്തലാധിഷ്ഠിത പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെയാണ് ഈ വയൽ നഷ്ടപ്പെടാനിടയായത്? വയൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സാർ, അത് പിന്നെ മറ്റുള്ള വിളകൾ, മറ്റുള്ള നാണ്യവിളകൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കും. അത് പഴയ കാലത്ത് ഇങ്ങനെ നാണ്യവിളകൾ ഉണ്ടാക്കി പോകുന്ന സ്ഥലങ്ങളാണ്. പഴയ വയലാണെങ്കിലും ഇങ്ങനെ നാണ്യവിളകൾ ഉണ്ടാക്കി പോകുന്ന അതിന്റെ കണക്കെടുത്തപ്പോഴാണ് 25ഓളം വരുന്ന ഹെക്ടർ ഭൂമി ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. നെൽകൃഷി ചെയ്തിരുന്നത് നാണ്യവിളകൾ ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് നഷ്ടപ്പെടുക. അല്ല 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 ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ചെയ്യാമോ? അത് അങ്ങനെ ഉണ്ട്. സ്വകാര്യ നമ്മളെ വാട്ടർ ഷെഡ് ഇനത്തിൽ വരികയാണെങ്കിൽ ആ വാട്ടർ ഷെഡിന്റെ കീഴിൽ വരുന്ന എല്ലാ സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ 5 ഏക്കർക്ക് താഴെയുള്ള എല്ലാ സ്വകാര്യ വ്യക്തികളും എത്ര വാട്ടർ ഷെഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ 2 വാട്ടർ ഷെഡിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള 5 വാട്ടർ ഷെഡിലും കൂടി ഇപ്പം നമുക്ക് ചെയ്യാനുണ്ട്. ഈ തോടുകൾ ഭിത്തി കെട്ടുന്ന കാര്യം മേനോൻ സാർ ചോദിച്ചല്ലോ. അപ്പോൾ അതിന് ചിലയിടത്ത് രാമച്ചം പഠിപ്പിച്ചിട്ടുണ്ട്. രാമച്ചത്തിൻ്റെ ഒരു കുഴപ്പം, രാമച്ചത്തിൻ്റെ വേരെടുക്കാൻ വേണ്ടി ഇത് പറിച്ചുകൊണ്ട് പോകല്ലേ ഇനി. അപ്പോൾ ചെയ്ത പണി പാഴാവില്ലേ? രാമച്ചം തിരഞ്ഞെടുക്കാൻ കാരണം അത് മണ്ണ് സംരക്ഷിക്കുകയും ചെയ്യും, അതിൻ്റെ വേര് വിറ്റാൽ നമുക്ക് കാശും കിട്ടും. അപ്പോൾ വേരെടുക്കാൻ വേണ്ടി രാമച്ചം പറിച്ചെടുക്കുമ്പോൾ കുളമാവുമല്ലോ വീണ്ടും. സാർ, അത് ചെറിയ ചെടിയല്ലേ? ചെറിയ ചെടിയല്ലേ നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ നടുന്നത്? അത് വലുതാവുമല്ലോ. വലുതാവുമ്പോ ഞങ്ങൾ മനസ്സിലാക്കില്ല ഇനിയിപ്പോ അതിന് വല്ല തകരാറുണ്ടോ? വലുതാവുമ്പോഴാണ് രാമച്ചത്തിന്റെ വേരെടുക്കേണ്ടത്. അതിന്റെ തകരാറ് നമ്മൾ അങ്ങനെ പരിശോധിച്ചിട്ടില്ല. അല്ല, അതിന് ഞാനൊരു ചെറിയ ഉപദേശം തരാം. ഈ രാമച്ചം വേരില് എണ്ണയില്ലാത്ത രാമച്ചമുണ്ട്, അത് വാങ്ങി വേണം നടാൻ, ഇല്ലെങ്കിൽ ചെയ്ത പണി മുഴുവൻ പാഴാവും. ചർച്ചയിൽ എല്ലാത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ സാധിച്ചു? പദ്ധതികളെ കുറിച്ച് ചർച്ചയിൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ സാധിച്ചു. എന്നിട്ട് എങ്ങനെ തോന്നുന്നു? ഇത് ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ച് പുറം ലോകം അറിയുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇതുവരെയും പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ ആളുകളും എന്ന് പറയുകയാണെങ്കിലും ശരി, മറ്റുള്ള ഇകഴ്ത്തിയാണ് സംസാരിക്കുക. പക്ഷേ പഞ്ചായത്തിൻ്റെ തനതായ പ്രവർത്തനങ്ങൾ ലോകം മറയുന്നതിന് വേണ്ടി ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയ ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. 15-11 തിരുവാലി ഗ്രാമപഞ്ചായത്തിന് 60-ൽ 45 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? നല്ല മാർക്കാണ്. പ്രേക്ഷകരായ നിങ്ങൾക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാം. ഇവർക്കായി SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് TRVL സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. വെള്ളക്കാരൻ പറഞ്ഞു അമേരിക്ക കണ്ടുപിടിച്ചത് ഞങ്ങളാണെന്ന്. ചരിത്രം പറയുന്നു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്ന്. എന്നാൽ വെള്ളക്കാരനും കൊളംബസിനും ഒക്കെ മുന്നേ തന്നെ ഈ ഭൂമിയിൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രീൻ കേരള എക്സ്പ്രസ് കേരളത്തിലെ ഗ്രാമങ്ങൾ കണ്ടുപിടിക്കാനുള്ള യാത്രയല്ല, മറിച്ച് ഗ്രാമങ്ങളെ തിരിച്ചറിയാനുള്ള യാത്രയാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ഗ്രാമത്തിന്റെ വികസന കാഴ്ചയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ലോകം
ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.